നമസ്കാരം. ക്രോസ് ഫയറിലേക്ക് സ്വാഗതം. തെരഞ്ഞെടുപ്പ് അതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എല്ലായിടത്തും കൊണ്ടുപിടിച്ച പ്രചാരണങ്ങൾ നടക്കുകയാണ്. ചൂടേറിയ ചർച്ചകൾ നടക്കുന്നു. നമുക്കിപ്പോൾ ക്രോസ് ഫയറിൽ നമ്മോടൊപ്പം എത്തിയിരിക്കുന്നത് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ MT രമേശാണ്. സ്വാഗതം ശ്രീ MT രമേശ്. തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ എന്താണ് പ്രതീക്ഷ? പ്രാവശ്യം ദേശീയ ജനാധിപത്യ സഖ്യം കേരളത്തിൽ നല്ല ആത്മവിശ്വാസത്തോടു കൂടിയാണ് തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ കേരളം ഈ പ്രാവശ്യം NDAക്ക് അനുകൂലമായി വിധിയെഴുതും എന്നുള്ളൊരു ശുഭപ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഞങ്ങളുടെ മുദ്രാവാക്യവും തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്ന നിലപാടുകളുമൊക്കെ സമകാലിക കേരളത്തിൽ ഏറ്റവും പ്രസക്തിയുള്ളതാണ്. രണ്ട് മുന്നണികൾക്കുമെതിരായിട്ടുള്ള അതിശക്തമായിട്ടുള്ള ജനവികാരം കേരളത്തിലുണ്ട്. അത് ഫലപ്രദമായിട്ട് പ്രയോജനപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമമാണ് ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് വിജയിക്കുമെന്നുള്ള പ്രതീക്ഷയാണ്. തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് ആരംഭിച്ച ഘട്ടം മുതൽ BJP ആഗ്രഹിച്ചിട്ടാണോ അല്ലയോ BJP ചിത്രത്തിലുണ്ട്? എങ്ങനെയാണ് ഡീൽ ആരോപണം വന്നതോടെ UDF പ്രധാനമായി മുന്നോട്ട് വെച്ച ഈ തെരഞ്ഞെടുപ്പിലെ ചർച്ചാ വിഷയം എന്നത്, അവർ ചർച്ചാ വിഷയമാക്കാൻ ആഗ്രഹിച്ചത് എന്നത് ഡീൽ എന്നുള്ള ആരോപണമായിരുന്നു. അത് CPIയും BJPയും തമ്മിലൊരു ഡീലുണ്ട് എന്നുള്ള ആരോപണം തെരഞ്ഞെടുപ്പിൻ്റെ ഈ അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആ ഡീൽ ആരോപണം എവിടെ ചെന്നാണ് നിൽക്കുന്നതെന്ന് കരുതുന്നത്? അങ്ങേറ്റം പരിഹാസ്യമായിട്ടുള്ളൊരു കാര്യമാണത്. കാരണം ഇത് ആദ്യമായിട്ടല്ല കേരളത്തിലെ ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോഴും BJPയെ ചുറ്റിപ്പറ്റിക്കൊണ്ട് ഉള്ള ധാരണ എന്നുള്ള ആരോപണം ഇവർ രണ്ടുപേരും ഉന്നയിക്കുകയാണ്. ഏതെങ്കിലും ഒരു കൂട്ടർ മാത്രമാണെങ്കിൽ നമുക്ക് രസമുണ്ട്. ഇത് LDFും ഇതേ ആരോപണം ഉന്നയിക്കുന്നു, UDFും ആരോപണം ഉന്നയിക്കുന്നു. അപ്പോൾ അതിൻ്റെ പുറകിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്നുള്ളത് BJP ബന്ധം ആരോപിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ന്യൂനപക്ഷ സമൂഹത്തിന്, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ സമൂഹത്തിൻ്റെ വോട്ട് സംഘടിതമായി ലഭിക്കുമെന്നുള്ള ഒരു മിഥ്യാധാരണ ഈ രണ്ട് മുന്നണികളെയും ഗ്രസിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു കഥ പ്രചരിപ്പിക്കാൻ വേണ്ടി രണ്ടു കൂട്ടരും പരിശ്രമിക്കുന്നത്. സത്യത്തിൽ ഡീലുള്ളത് അവർ തമ്മിലാണ്. ആ ഡീൽ എന്ന് പറയുന്നത് പലതരത്തിലാണ്. ഒന്ന്, ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് ആർക്കാണോ മുസ്ലിം സമൂഹത്തിൻ്റെ വോട്ട് കൂടുതൽ നേടിയെടുക്കാൻ വേണ്ടി സാധിക്കുക എന്നുള്ള പരിശ്രമം നടത്തുക എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത് BJP ഒരു കാരണവശാലും ജയിക്കാതിരിക്കാൻ വേണ്ടി പരസ്പരം ഇവർ സഹായിച്ചു കൊടുക്കുകയാണ്. ചില സ്ഥലങ്ങളിൽ LDF UDFനെ സഹായിക്കും, ചില മണ്ഡലങ്ങളിൽ UDF LDFനെ സഹായിക്കും. അതിനവർ പറയുന്ന കോമൺ ആയിട്ടുള്ള കാര്യം BJP വരരുത്, ജയിക്കരുതെന്നുള്ളതാണ്. അപ്പോൾ BJPക്ക് എതിരായിട്ടാണ് ഡീൽ രൂപം കൊണ്ടിട്ടുള്ളത്. ആ ഡീല് CPIയും കോൺഗ്രസും ലീഗും തമ്മിലുണ്ടാക്കിയ, ഇവർ മൂന്ന് പേരും പരസ്പര ധാരണയോടുകൂടി ഉണ്ടാക്കിയിട്ടുള്ള ഡീലാണ് കേരളത്തിൽ സത്യത്തിലുള്ളത്. റൈറ്റ്. പക്ഷേ അവർ ചില കണക്കുകൾ മുന്നോട്ട് വെച്ചിരുന്നു ആ ഘട്ടത്തിൽ. പ്രത്യേകിച്ച് ഇപ്പോൾ പുതിയ സാഹചര്യത്തിലേക്ക് വരുമ്പോൾ ആരോപിക്കപ്പെട്ട സ്ഥാനാർത്ഥികൾ പലരും തരക്കേടില്ലാതെ പെർഫോം ചെയ്യുന്ന കാഴ്ച കൂടിയുണ്ട്. ഇപ്പോൾ പാലക്കാട് ദുർബലനായ സ്ഥാനാർത്ഥിയാണ് CPIM നിർത്തിയിരിക്കുന്നത് എന്നുള്ള ഒരു ആരോപണം ഉണ്ടായിരുന്നു. മഞ്ചേശ്വരത്തെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. തൃപ്പൂണിത്തുറയിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ആരോപണം, റാന്നി ഈ ആരോപണത്തിൽപ്പെട്ടിരുന്ന മണ്ഡലമാണ്. ഈ മണ്ഡലങ്ങളിലേക്ക് കൂടി ചെന്നാൽ എന്താണ് ഇപ്പോഴത്തെ ഒരവസ്ഥ? അല്ല, സ്ഥാനാർത്ഥികളുടെ പേരിലാണ് ഈ ആരോപണം ഉന്നയിക്കുന്നതെങ്കിൽ അത് പ്രത്യക്ഷത്തിൽ നമുക്ക് ബോധ്യമാകുന്നൊരു മണ്ഡലം മഞ്ചേശ്വരമാണ്. മഞ്ചേശ്വരത്ത് BJP ജയിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് CPIM സ്ഥാനാർത്ഥിയെപ്പോലും മാറ്റിയുള്ളത്. നിരന്തരമായിട്ട് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിലെല്ലാം CPIMലെ ലോക്കൽ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ആഗ്രഹിച്ചൊരു സ്ഥാനാർത്ഥിയാണ് CPIM ആദ്യം രംഗത്തിറങ്ങിയത്. പരസ്യമായി പ്രഖ്യാപിച്ചിട്ടില്ല എങ്കിലും അദ്ദേഹം ഫീൽഡിലിറങ്ങിയതാണ്. അവിടെ സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വം വന്നതോടുകൂടി സുരേന്ദ്രൻ മത്സരിക്കുന്ന ബോധ്യമായപ്പോൾ വളരെ പെട്ടെന്ന് CPIM സ്ഥാനാർത്ഥിയെ മാറ്റുകയാണ്. അതെന്തിനാണെന്ന് എല്ലാവർക്കും അറിയാം. അതാരെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത് നേരത്തെ തന്നെ അവർ പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ലീഗും CPIM ഇത് പരസ്യമായി സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ഈ പ്രാവശ്യവും മഞ്ചേശ്വരത്ത് BJPയെ തോൽപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നു. ഇത് മഞ്ചേശ്വരത്ത് മാത്രമല്ല, കേരളത്തിൽ പല സ്ഥലത്തും നമുക്ക് ബോധ്യമാവും. BJPയുടെ ഒരു സാധ്യത ഇല്ലാതാക്കാൻ വേണ്ടി ലീഗും CPIയും തമ്മിൽ രഹസ്യമായി ചില ധാരണകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ നോക്കാം. ഇപ്പോൾ കൂത്തുപറമ്പ് മണ്ഡലത്തിൽ എന്തിനാണ് മുസ്ലിം ലീഗ് ഒരു ഹിന്ദു കാൻഡിഡേറ്റ് നിർത്തിയത്? എന്താണ് അതിൻ്റെ ഒരു ലോജിക്ക്? UDFന് താരതമ്യേന സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. അങ്ങനെ നമ്മൾ കൈപ്പത്തിച്ചെടുത്ത് നിർത്തിയാൽ പോരെ. ലീഗിന് കൊടുക്കുക. ലീഗിൻ്റെ മണ്ഡലമാണത്. ലീഗിൻ്റെ മണ്ഡലത്തിൽ ലീഗാണല്ലോ ബാക്കി എല്ലായിടത്തും സ്ഥാനാർത്ഥി ഇരുന്നത്. കാസർഗോഡ് INL കൊടുത്തു. ഏറ്റവും ദുർബലനായിട്ടുള്ള സ്ഥാനാർത്ഥി തലേ ദിവസമാണ്. കോഴിക്കോട് സൗത്തിലെ മുനീർ മത്സരിച്ച് ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലം, ലീഗിന് UDFന് സ്വാധീനമുള്ള മണ്ഡലം. കോഴിക്കോട് ജില്ലയിൽ ഒരുപാട് നേതാക്കന്മാരെ വെച്ചിട്ടും ലീഗ് എന്തിനാണ് ഒരാളെ മലപ്പുറത്ത് കൊണ്ടുവന്നിരുന്നത്? ഒരു സ്ഥാനാർത്ഥിയെയും നമുക്ക് സ്ഥാനാർത്ഥിയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കില്ല. സ്ഥാനാർത്ഥി ദുർബലനാണോ ശക്തവാനാണോ എന്ന് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന അർത്ഥമൊന്നുമില്ല. അതൊക്കെ സ്ഥാനാർത്ഥിയുടെ പെർഫോമൻസ് വെച്ചാണ്. പക്ഷേ ചില ആളുകളെ നിർത്തുന്ന സമയത്ത് ചില ലക്ഷ്യങ്ങളുണ്ട്.
ഇപ്പം ഞങ്ങൾ മനസ്സിലാക്കുന്നത് കാസർഗോഡും കോഴിക്കോട് സൗത്തും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. അതായത് കാസർഗോഡ് CPM-ൻ്റെ വോട്ട് ലീഗിന് കൊടുക്കും, പകരം കോഴിക്കോട് സൗത്തിൽ ലീഗ് INL-നെ സഹായിക്കും. പക്ഷെ അവരുടെ സിറ്റിംഗ് മണ്ഡലമല്ലേ? മണ്ഡലങ്ങൾ നഷ്ടപ്പെടുത്തുകയാണല്ലോ. നഷ്ടപ്പെടുന്നത് എന്തിനാണ്? മണ്ഡലത്തിൻ്റെ എണ്ണം കൂട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചേലക്കരയിൽ അതിന് മഞ്ചേശ്വരത്ത് അവർക്ക് പ്രത്യുപകാരം കിട്ടും. മഞ്ചേശ്വരത്ത് ലീഗിന് ജയിക്കേണ്ടത് അത്യാവശ്യമാണ്, അവർക്ക് പ്രത്യുപകാരം കിട്ടും. ചേലക്കരയിൽ എന്തിനാണ് ഈ പ്രാവശ്യം മുസ്ലിം ലീഗ് വാശി പിടിച്ച് വാങ്ങിച്ചതാണ് ആ മണ്ഡലം UDF-നോട്. എന്താണ് ലീഗിൻ്റെ സ്വാധീനം ചേലക്കരയിൽ? ഒരു മണ്ഡലം വാശി പിടിച്ച് വാങ്ങിക്കുമ്പോൾ എന്നിട്ടൊരു സ്ഥാനാർത്ഥി നിർത്തി, അത് സംവരണ മണ്ഡലമാണ്, അവിടെ സ്ഥാനാർത്ഥി, ആ സ്ഥാനാർത്ഥി അവിടെ നിന്ന് കാണാനേ ഇല്ല. എന്താണ് അതിന് പിറകിൽ? ആരെയായിരിക്കും UDF സഹായിക്കുക? പക്ഷേ ഈ രമേശ് ആലോചിപ്പിച്ച് വരുന്ന ആ ഒരു ട്രാക്ക് നോക്കിയാൽ CPM-ഉം ലീഗും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് എന്നാണോ ഈ ആരോപിക്കുന്നത്? പ്രത്യക്ഷത്തിൽ നമുക്കത് ബോധ്യമാണ്. അത് INL-ആണ് അതിൻ്റെ മധ്യസ്ഥൻ. ലീഗും CPM തമ്മിൽ അത് കോൺഗ്രസ്സുകാർ എത്രത്തോളം അതിനെക്കുറിച്ച് ബോധവാന്മാരാണെന്ന് എനിക്കറിയില്ല. പക്ഷേ CPM-ഉം ലീഗും തമ്മിൽ ഒരു അണ്ടർസ്റ്റാൻഡിംഗ്. നിങ്ങളിപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് പ്രചരണം നോക്ക്. പ്രതിപക്ഷ നേതാവ് വളരെ ശക്തമായിട്ട് പറയുന്നുണ്ട്, കോൺഗ്രസ് നേതാക്കന്മാർ പറയുന്നത്, മുസ്ലിം ലീഗിൻ്റെ ഏതെങ്കിലും നേതാക്കന്മാർ അങ്ങനെ ഷാർപ്പായിട്ട് CPM-നെ ആക്രമിക്കുന്നത് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെയല്ലല്ലോ CPM പണ്ട്. മുസ്ലിം ലീഗിൻ്റെ രണ്ടാം ഘടക നേതാക്കന്മാരുണ്ട്, ആരല്ലോ മുൻനിര നേതാക്കന്മാർ. ഒരു പാലം അവിടെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ്. കാരണം എല്ലാവർക്കും അറിയാം ഈ തെരഞ്ഞെടുപ്പിൽ ഒരു വല്ലാത്ത മുന്നേറ്റമൊന്നും ഒരു മുന്നണികൾക്ക് അനുകൂലമില്ല. അപ്പോൾ എങ്ങോട്ട് വേണമെങ്കിലും ചായാം തെരഞ്ഞെടുപ്പിന് ശേഷം. അതിനുവേണ്ടി ചില മണ്ഡലങ്ങൾ പരസ്പരം സഹായിച്ചു കൊടുക്കുകയാണ്. ഞങ്ങളെക്കുറിച്ച്, ഞങ്ങൾ ഘടകകക്ഷികൾ കൊടുത്ത ചില സീറ്റിനെ കുറിച്ചാണ് ഞങ്ങൾ അന്നേ പറഞ്ഞിരുന്നത് കുറച്ച് ദിവസം കൂടി കഴിയട്ടെ എന്ന് പറയാം. ഇപ്പോൾ ആരോപണം അവർക്ക് തന്നെ പിൻവലിക്കേണ്ടി വന്നുള്ളൂ. ഇപ്പോൾ അവർ ആ സ്ഥാനാർത്ഥികളെ ഭയപ്പെടും. ഇപ്പോൾ തൃപ്പൂണിത്തുറ ഞങ്ങൾക്ക് സ്വാധീന മണ്ഡലമാണ്, 2020 കൊടുത്തു. ഞങ്ങൾ 2020 സ്ഥാനാർത്ഥി നിർത്തി. എന്തൊക്കെയായിരുന്നു ആദ്യത്തെ ആക്ഷേപം? പക്ഷേ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും നന്നായിട്ട് പെർഫോം ചെയ്യുന്ന സ്ഥാനാർത്ഥികൾ ഒരാൾ തൃപ്പൂണിത്തുറ ഞങ്ങളെ. പക്ഷേ അപ്പോഴും ഒരു വിജയം എന്നുള്ളത് NDA നേതൃത്വം അവകാശപ്പെടുമായിരിക്കാം. പക്ഷേ അവിടെ ആ മുനിസിപ്പാലിറ്റി BJP ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി. അപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അവിടെ BJP-യുടെ കരുത്തനായ ഒരു സ്ഥാനാർത്ഥി വരുമെന്നാണ്. നമുക്ക് അവിടെ ചരിത്രമുണ്ട്, BJP-യുടെ മികച്ച പെർഫോമൻസിൻ്റെ ചരിത്രം അവിടെയുണ്ട് ആ മണ്ഡലത്തിൽ. തുറവൂർ വിശംബരം മത്സരിക്കുമ്പോഴൊക്കെ അതിഗംഭീരമായി പെർഫോം ചെയ്തിട്ടുണ്ട് ആ മണ്ഡലത്തിൽ. അപ്പോൾ അത്തരമൊരു സ്ഥാനാർത്ഥിയെ അവിടെ അവതരിപ്പിക്കാതെ പകരം അത് 2020 കൊടുത്തു എന്ന് പറയുമ്പോൾ അതിനകത്ത് അഡ്ജസ്റ്റ്മെൻറ്റ് ആരോപിച്ചാൽ അതിനകത്ത് തെറ്റു പറയാൻ കഴിയില്ല ആരോപിക്കുന്നവരെ. അല്ല, ആരോപിക്കുന്നവർക്ക് ആരോപിക്കാം. പക്ഷെ അതിൽ നമ്മൾ വസ്തുതയിലേക്കാണല്ലോ വരേണ്ടത്. ഞങ്ങൾക്ക് തൃപ്പൂണിത്തുറ മണ്ഡലത്തിൽ, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി ഞങ്ങൾക്ക് സ്വാധീനമുണ്ട്. ഞങ്ങൾ അവിടുത്തെ ഒന്നാമത്തെ പാർട്ടിയാണ്. പക്ഷേ തൃപ്പൂണിത്തുറ മണ്ഡലം എന്ന് പറയുന്നത് തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി മാത്രമല്ല, തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റിയോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളുണ്ട്. ഞങ്ങൾ തുറവൂർ വിശംബരം സാറ് മത്സരിച്ചപ്പോഴും KS രാധാകൃഷ്ണൻ മത്സരിച്ചപ്പോഴുമൊക്കെ ഞങ്ങൾ തൃപ്പൂണിത്തുറ മുനിസിപ്പാലിറ്റി മാക്സിമത്തിലേക്ക് എത്തിയിട്ടുണ്ട്. പക്ഷേ പഞ്ചായത്തുകളിലേക്ക് വരുന്ന സമയത്ത് ഞങ്ങൾക്ക് സ്വാധീനം കുറയുന്നു. ആ പഞ്ചായത്തുകളൊക്കെ 2020 പാർട്ടിക്ക് നല്ല സ്വാധീനമുള്ളതാണ്. ഞങ്ങളുടെ വോട്ട് എന്ന് പറയുന്നത് അതൊരു ഫിക്സഡ് വോട്ടാണ്. അപ്പം 2020 ലഭിക്കാവുന്നൊരു വോട്ട് കൂടി ലഭ്യമാകുമ്പോഴാണ് തൃപ്പൂണിത്തുറ ഞങ്ങൾക്ക് ജയിക്കാൻ സാധിക്കും. പക്ഷേ എങ്ങനെയാണ് 2020 ആ ഒരു ഐക്യം സാധ്യമായതെന്ന് പോലും നമുക്ക് സംശയം തോന്നും. കാരണം വളരെ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു സംഘടനാ സംവിധാനമുള്ള BJP, അങ്ങനെ BJP-യുടെ തന്നെ ശേഷി തെളിയിച്ച മണ്ഡലങ്ങളിലേക്ക് 2020 പോലെ ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥികളെ അവതരിപ്പിക്കുന്നു. ആദ്യത്തെ അമ്പരപ്പിനപ്പുറം നമ്മൾ മനസ്സിലാക്കുന്നത് ഈ പല സ്ഥാനാർത്ഥികൾക്കും വോട്ടില്ലാത്ത ആളുകളാണ്. ആ സ്ഥാനാർത്ഥികളെ മാറ്റേണ്ടി വരുന്നു. വന്ന സ്ഥാനാർത്ഥികൾ വളരെ ഒരു രാഷ്ട്രീയം പറയുന്നവരല്ലാത്ത സ്ഥിതി ഉണ്ടാകുന്നു. ഇത് അവിടെ മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ഏറ്റുമാനൂരോ അങ്ങനെ പല മണ്ഡലങ്ങളിൽ എടുത്തു നോക്കിയാൽ നമുക്ക് അങ്ങനെ ഉദാഹരണം, റാന്നി അടക്കം ഇങ്ങനെ എടുത്തു നോക്കിയാൽ ഉദാഹരണം പറയാനുണ്ട്. അപ്പോൾ അവിടെ എല്ലാം ബോധപൂർവം 2020 കൊടുത്ത് ദുർബലരെ കൊണ്ടുവന്നു എന്ന് പറയുന്നത്. ഇപ്പം തൃപ്പൂണിത്തുറ സ്ഥാനാർത്ഥി അവിടെ സജീവമാണ്. മാത്രമല്ല ആ സ്ഥാനാർത്ഥി പറയുന്നത് 2020-യുടെ രാഷ്ട്രീയമാണോ BJP-യുടെ രാഷ്ട്രീയമാണോ എന്ന് സംശയിക്കാവുന്ന അവസ്ഥയുണ്ട്. അല്ല, ഇതിൽ നമ്മൾ ചില കടം കൊടുത്തതാണോ എന്നുള്ള സംശയം. ഒന്ന് ചില പാർട്ടികളുടെ രീതി എങ്ങനെയാണ്? ഇപ്പം നമ്മൾ ഇപ്പോൾ BJP-യോ CPM-ഓ കോൺഗ്രസ്സോ പോലെയുള്ള രാഷ്ട്രീയ പാർട്ടി അല്ലല്ലോ 2020 വേറെ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാർട്ടിയാണ്. അവർ സാധാരണ എല്ലാ തിരഞ്ഞെടുപ്പിലും അവർക്കങ്ങനെ ഗ്രാസ് റൂട്ട് ലെവലിൽ സംഘടനാ സംവിധാനമുള്ള അങ്ങനെയുള്ളൊരു സംവിധാനമൊന്നുമില്ല. അതൊരു മൂവ്മെൻറ്റാണ്. 2020 എറണാകുളത്തുണ്ടായൊരു മൂവ്മെൻറ്റാണ്. ആ മൂവ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് അവർ മത്സരിക്കുമ്പോഴൊക്കെ ഇങ്ങനെയാണ് അവർ ചെയ്തത്. ഇങ്ങനെ സമൂഹത്തിൽ ചില ആളുകളെ, ചില സെലിബ്രിറ്റികളെ കൊണ്ടുവരിക മത്സരിപ്പിക്കുക. അവർ പഞ്ചായത്തിലും ജയിച്ചത് അങ്ങനെയാണ്. ഇപ്പോൾ കിഴക്കമ്പലം പഞ്ചായത്തിൽ 2020 മത്സരം ജയിക്കുന്ന സമയത്ത് ഒരാളും രാഷ്ട്രീയ പാരമ്പര്യമില്ലാത്തവരാണ്. പുതിയ ആളുകൾ അവർ അവതരിപ്പിക്കുകയാണ്, അവർ വോട്ട് ചെയ്യുന്നു. അത് 2020-യുടെ ഒരു സ്റ്റൈൽ ഓഫ് ഫംഗ്ഷൻ അങ്ങനെയാണ്. അപ്പോൾ 2020-യുടെ സ്ഥാനാർത്ഥികളായി വന്നിട്ടുള്ള ആളുകൾ, ഇപ്പോൾ കൊടുങ്ങല്ലൂർ ഞങ്ങൾക്ക് ഏറ്റവും ഹാർഡ് കോർ ആയിട്ടുള്ള മണ്ഡലമാണ്. ആ കൊടുങ്ങല്ലൂർ പ്രാവശ്യം ഒരു ചർച്ചയുടെ അടിസ്ഥാനത്തിൽ 2020 കൊടുത്തു.
BJP പ്രവർത്തകന്മാർക്ക് പ്രയാസമുണ്ടായിരുന്നു. കാരണം കൊടുങ്ങല്ലൂർ പോലെയുള്ള ഒരു മണ്ഡലത്തിൽ താമര ചിഹ്നത്തിൽ മത്സരിക്കണം എന്നുള്ളൊരു ആഗ്രഹം എല്ലാവർക്കും ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ചർച്ചയുടെ അങ്ങനെയാണല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരുമ്പോൾ കൊടുങ്ങല്ലൂർ കൊണ്ടുപോകും. ആദ്യം നമുക്കൊരു പ്രശ്നമുണ്ടായിരുന്നു. പക്ഷേ സ്ഥാനാർത്ഥി ഫീൽഡ് ഇറങ്ങിയതോടുകൂടി മാറി ഫാറായിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ. ഏത് പാർട്ടി ഏത് സ്ഥാനാർത്ഥി എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ഞങ്ങൾക്ക് കേരളത്തിലെ നിയമസഭയിൽ NDAക്ക് നിർണായകമായിട്ടുള്ള ശക്തിയാവണം. കൊടുങ്ങല്ലൂരിലെ സ്ഥാനാർത്ഥിക്ക് ആ വിസിബിലിറ്റി കിട്ടാനുള്ള കാരണം കൂടിയുണ്ട്, ഉമ്മൻചാണ്ടിയുടെ മരുമകനാണ് എന്നുള്ളത്. ആയിക്കോട്ടെ, ഞങ്ങൾക്കതാ വിരോധം. ഓരോ സ്ഥാനാർത്ഥിക്കും എന്തെല്ലാം പരിവേഷത്തിൻ്റെ പുറത്താണ് വിസിബിലിറ്റി കിട്ടുന്നത് നല്ലതല്ലേ? ഞങ്ങൾക്ക് അതിലെന്താ വിഷയം? ഇപ്പുറത്ത് BDJSന്റെ കാര്യത്തിലേക്ക് വന്നാലും ഇതേ സംശയം സ്വാഭാവികമായിട്ട് വന്നു. ഇപ്പോൾ ചില മണ്ഡലങ്ങൾ, ഇപ്പോൾ BDJSന്റെ സാധ്യതയുള്ള മണ്ഡലങ്ങൾ എന്ന് പൊതുവെ പ്രതീക്ഷിച്ചിരുന്ന മണ്ഡലങ്ങളിൽ പെടും വേണമെങ്കിൽ ഈ കൊടുങ്ങല്ലൂർ, അതുപോലെ തന്നെ ഏറ്റുമാനൂർ, ഇത്തരം മണ്ഡലങ്ങൾ. ഈ മണ്ഡലങ്ങളും 2020 കൊടുത്തു. ഇതിന് പിന്നെ BDJSന് അങ്ങനെ ഒരു ഞരക്കം പോലും അവർ കേൾപ്പിച്ച് അലോസരപ്പെടുത്തില്ല BJPയെ എന്നുള്ളത് കൊണ്ട് ആ മണ്ഡലങ്ങൾ ആ മട്ടിൽ കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ BDJSും ഈ കഴിഞ്ഞ 2016 ശേഷം കഴിഞ്ഞ 10 വർഷം ഇവിടേക്ക് പെർഫോം ചെയ്ത് താഴേക്ക് വരികയാണ് ഉണ്ടായിട്ടുള്ളത്. 5 വാർഡുകളിൽ മാത്രമാണ് അവർ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ജയിച്ചിട്ടുള്ളത്. അങ്ങനെ ഒരു പാർട്ടിക്ക് 24 സീറ്റുകൾ കൊടുക്കുക എന്ന് പറയുന്നത് ഞെട്ടിക്കുന്നതാണ്. പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഞങ്ങളൊരു നാഷണൽ പാർട്ടിയാണ്. ഞങ്ങളൊരു മുന്നണി ഉണ്ടാക്കുമ്പോഴും സ്ഥാനാർത്ഥി നിർത്തുമ്പോൾ സമയത്തും BJPക്ക് പ്ലസ് ആയിട്ടുള്ളൊരു കാര്യം മാത്രമേ ഞങ്ങൾ ചെയ്യുള്ളൂ. ഞങ്ങളതിനെക്കുറിച്ച് ഞങ്ങൾക്ക് നല്ല ധാരണ. ശരിയാണ്, BDJS ഒരു പൊളിറ്റിക്കൽ പാർട്ടി പെർഫോമൻസ് അടിസ്ഥാനത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വലിയ മുന്നോട്ട് പോകാൻ സാധിച്ചിട്ടില്ല. പക്ഷേ BJPയുടെ കൂടെ BDJS പ്ലസ് ആകുമ്പോൾ കിട്ടുന്ന സമയത്തുള്ള ഒരു ഔട്ട്കമുണ്ട്. ആ ഔട്ട്കം കേരളത്തിൽ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഒരു പാറ്റേൺ ഉണ്ട്. കാരണം ആ മുന്നണിയിൽ ഉൾപ്പെടുന്ന പല പാർട്ടികളും, ഇപ്പോൾ ശിവസേനയുടെ കാര്യം എടുത്താലും അതുപോലെ ഇപ്പോൾ നിതീഷ് കുമാറിൻ്റെ പാർട്ടിയുടെ കാര്യം എടുത്താലും ഒക്കെ അതിന് അനിവാര്യമായ ഒരു ശോഷണം പതുക്കെ പതുക്കെ ഉണ്ടാകുന്നുമുണ്ട്. അത് ശരിയല്ലേ? അല്ല, അതായത് പാർട്ടികൾ ചിന്തിക്കേണ്ടതാണല്ലോ. ഞങ്ങൾക്ക് ഘടകകക്ഷികളെ വളർത്താൻ ഞങ്ങൾക്ക് സാധിക്കില്ലല്ലോ. അത് ഞങ്ങളുടെ ജോലിയല്ലല്ലോ. ഞങ്ങൾക്ക് ഘടകകക്ഷികളെ ചേർത്ത് പിടിക്കാൻ, അവരെ ഞങ്ങൾ ഒറ്റപ്പെടുത്തില്ല. അവരെ സ്വാധീനത്തിൻ്റെയും ശക്തികളുടെയും പുറത്തല്ല അവരെ ഞങ്ങൾ ചേർത്ത് പിടിക്കുന്നത്. ഏറ്റവും ദുർബലമായിട്ടുള്ള പാർട്ടികളെ ഒരു മണ്ഡലം, ഇപ്പോൾ മഹാരാഷ്ട്രയിൽ അത്വാളയുടെ പാർട്ടിയുണ്ട്, 1-2 പാർലമെൻറ്റ് മണ്ഡലത്തിലാണ് അദ്ദേഹത്തിന് സ്വാധീനം. പക്ഷേ എന്നിട്ട് ഞങ്ങൾ ദേശീയ തലത്തിൽ മറ്റു പാർട്ടികളെപ്പോലത്തെ അദ്ദേഹത്തെ ചേർത്ത് പിടിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ഘട്ടത്തിൽ BJPയുടെ കൂടെ ചേരാൻ മറ്റു പാർട്ടികൾക്ക് മടിയായിരുന്നു. പിന്നീട് പാർട്ടികൾ ഒന്നിനു പിറകെ ഒന്നായിട്ട് ഞങ്ങളുടെ കൂടെ മുന്നണി. അപ്പോൾ ശരിക്കും ആ പാർട്ടികളെയാണോ, ആ പാർട്ടികൾ പ്രതിനിധാനം ചെയ്യുന്ന സാമൂഹിക വിഭാഗങ്ങളെയാണോ യഥാർത്ഥത്തിൽ BJP ഉന്നം വയ്ക്കുന്നത്? രണ്ടും പ്രധാനമാണ്. കാരണം BJPക്ക് ഡയറക്റ്റ് എല്ലാ വിഭാഗങ്ങളിലേക്കും എത്താൻ ചില പരിമിതികളുള്ള സ്ഥലങ്ങളുണ്ട്. അവിടെ ഞങ്ങൾക്ക് ഘടകകക്ഷികൾ ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. ഞങ്ങൾക്ക് BDJSുമായിട്ട് കേരളത്തിൽ ബന്ധമുണ്ടായതിനു ശേഷമുള്ള ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്, BJPയെക്കുറിച്ച് ഒരു തെറ്റായ ധാരണ, വസ്തുതയായിട്ട് ബന്ധമൊന്നുമില്ലെങ്കിലും അങ്ങനെ ഒരു നെറേറ്റീവ് ഉണ്ടായിരുന്നു. കേരളത്തിലെ അപ്പർ ക്ലാസ് ഹിന്ദുവാണ് BJPയുടെ വോട്ട് ബാങ്ക് എന്ന്. ഭാരവാഹികളുടെ പട്ടിക എടുത്താൽ അത് വ്യക്തമായിരുന്നു. അതിൽ യാതൊരു വസ്തുതയില്ല. പലരുടെയും ജാതി നമ്മുടെ പൊതുസമൂഹം അറിയാത്തതുകൊണ്ടാണ്. ഞങ്ങളത് കാരണം ഈ ഭാരവാഹികളെ പ്രഖ്യാപിച്ച സമയത്ത് ആ ലിസ്റ്റ് വന്നിരുന്നു. അതിൽ പല OBCക്കാരെയും നായർ പട്ടികയിലാണ് പെടുത്തിയത്. അപ്പോൾ അതിൽ കാര്യമൊന്നുമില്ല. ഞങ്ങളുടെ അതൊക്കെ വളരെ കൃത്യമായിട്ട് നോക്കുന്നൊരു പാർട്ടിയാണ് BJP. ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത് BJP ഇതുവരെ എത്തിയിട്ടുള്ളത് ഇന്ത്യയിലെ എല്ലാ സാമൂഹ്യ സാഹചര്യങ്ങളെയും പ്രയോജനപ്പെടുത്തുകൊണ്ടാണ്. അപ്പോൾ BDJSുമായി 2016 ഞങ്ങൾക്ക് മുന്നണി ഉണ്ടാക്കിയ ശേഷം പലപ്പോഴും ആളുകൾ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് BDJS പിന്നെ നിർത്തുന്നത്? BDJS BJPയുടെ കൂടെ ചേർന്നതുകൊണ്ട് ഞങ്ങൾക്ക് കേരളത്തിൽ രാഷ്ട്രീയമായിട്ട് വളർച്ച നേടിയിട്ട് സാമൂഹികമായിട്ടുള്ള വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. കാരണം ഒരു സമൂഹത്തിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾക്ക് റീച്ച് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. അതൊരു വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ സാഹചര്യത്തിൽ ഞങ്ങളുടെ വളർച്ചയിൽ 2016 ശേഷമുള്ള ഒരു വലിയ വളർച്ചയിൽ BDJS വരെയുള്ള സഖ്യം ഒരു പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ്. അത് ഒഴിച്ചു നിർത്താൻ സാധിക്കില്ല. പക്ഷേ അങ്ങനെയൊക്കെ എന്തെല്ലാം ശ്രമം നടത്തിയാലും ഇവിടെ മതന്യൂനപക്ഷങ്ങളുടെ ഒരു സാന്നിധ്യം ഇത്രയും ശക്തമായിരിക്കെ ആ നിലയ്ക്ക് അതായത് ആത്യന്തികമായി ഇതൊരു ഹിന്ദു പാർട്ടി എന്നുള്ള പ്രതീതിയാണല്ലോ. അതിനപ്പുറത്തേക്ക് കടക്കാവുന്ന ഒരു സാധ്യത തൽക്കാലം ഇല്ലല്ലോ. ആ സാധ്യതയാണല്ലോ തെളിഞ്ഞു വരുന്നത്. ഞങ്ങൾ ഈ പ്രാവശ്യം ഞങ്ങൾക്ക് ഏറ്റവും സ്വാധീനമുള്ള മേഖലകൾ ഞങ്ങൾ മതന്യൂനപക്ഷങ്ങളെ നിർത്തി മത്സരിപ്പിക്കുകയാണ്. പക്ഷേ അന്നേരമാണ് ഇവിടെ FRCA വരുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ മുസ്ലിം പ്രാതിനിധ്യം എന്നുള്ളത് ഇവിടെ നിന്ന് നോക്കുമ്പോൾ ദേശീയ തലത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരൊറ്റ MP പോലും സംഭാവന ചെയ്യാൻ BJPക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് കേരളത്തിൽ മറ്റെവിടെയും ചർച്ചയായില്ലെങ്കിലും കേരളത്തിൽ അത് ചർച്ചയാകും. അതുമാത്രമല്ല, നിരന്തരം കേരളത്തെ അപമാനിക്കുന്ന തരത്തിലുള്ള പ്രൊപ്പഗാൻഡ മൂവീസൊക്കെ ഇങ്ങനെ തുടർച്ചയായി വരുന്നു.
അതും BJPക്ക് ഒരു പരിധിവരെ തിരിച്ചടിയാവും. അതൊന്നും ഒരു തിരിച്ചടിയാവില്ല. അതൊക്കെ ഈ കൃത്രിമമായി സൃഷ്ടിക്കുന്ന നെറേറ്റീവിന് ആയുസ് ഉണ്ടാവില്ല. ഇപ്പോൾ BJP സ്ഥാനാർത്ഥികളെ നിർത്തിയില്ലെന്ന് പക്ഷം ഞങ്ങളുടെ ഏറ്റവും ഷുവറായിട്ടുള്ളൊരു വാർഡ് തൃശ്ശൂർ കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ ഞങ്ങളുടെ സിറ്റിംഗ് വാർഡിൽ ഒരു മുസ്ലിം സ്ത്രീയെ നിർത്തി ജയിപ്പിച്ച് കൗൺസിലറാക്കിയ പാർട്ടിയാണ്. ഞങ്ങൾക്കൊരു പ്രയാസം അതിനുണ്ടായിട്ടില്ല. ഞങ്ങൾ പ്രൊപ്പഗണ്ടയായിട്ട് ഇറങ്ങിയിട്ടില്ല. പക്ഷേ ഞങ്ങളൊരു കമ്മിറ്റ്മെൻറ്റാണ്. തൃശ്ശൂർ കോർപ്പറേഷനിൽ ഇപ്പോൾ ആകെ ഒരൊറ്റ മുസ്ലിം ലീഡ് ചെയ്തു. അത് ഞങ്ങളുടെ കൗൺസിലറാണ്. ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? UDF LDF ഒരാൾക്ക് അവസരം കൊടുത്തോ? ഇല്ലല്ലോ. ഇപ്രാവശ്യം നോക്കൂ നിങ്ങൾ, ഞങ്ങളുടെ ഏറ്റവും സ്വാധീനമുള്ള മേഖലകളിൽ ക്രിസ്ത്യൻ സ്ഥാനാർത്ഥികളെ ഞങ്ങൾ നിർത്തി മത്സരിപ്പിക്കുകയാണ്. ഞങ്ങളവിടെ മതം നോക്കിയിട്ടില്ല. അല്ല, പക്ഷേ ഇപ്പോൾ ഇന്നലെ ഒരു FRCയെ കുറിച്ച് ഒരു കേന്ദ്രമന്ത്രി കേരളത്തിൽ വന്ന് സംസാരിച്ചത് എന്തിനാണ് ന്യൂനപക്ഷങ്ങൾക്ക് ഈ ഫണ്ട് എന്നുള്ളതാണ്. ആ നിയമത്തെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുകയല്ല. അത് ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടി മാത്രമുള്ളതല്ല. ക്രിസ്ത്യൻ സമൂഹം മാത്രമാണ് വിദേശ പണം സ്വീകരിക്കുന്നതല്ലല്ലോ. ധാരാളം ട്രസ്റ്റുകളുണ്ട്. ക്രിസ്ത്യൻ ട്രസ്റ്റുകളുണ്ട്, ഹിന്ദു ട്രസ്റ്റുകളുണ്ട്, മുസ്ലിം ട്രസ്റ്റുകളുണ്ട്, എല്ലാവരും ഉണ്ട്. എല്ലാ ട്രസ്റ്റുകളും മുഖാന്തരം നിൽക്കുന്നതാണ്. ഒരു നിയമം വരുമ്പോൾ ക്രിസ്ത്യൻസിന് മാത്രമല്ലല്ലോ, എല്ലാവർക്കും പൊതുവായി ബാധിക്കുന്നതാണ്. കുറച്ചുകൂടി നമ്മുടെ നാട്ടിൽ സുതാര്യമാവണം. വാങ്ങിക്കുന്ന പണം എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നതിനെക്കുറിച്ച് നിയമപരമായിട്ടുള്ള ഓഡിറ്റിംഗ് ഉണ്ടാവണം. അത് ഒരു നിയമം കർക്കശമാവുകയാണ്. വളരെ ലളിതമായിട്ട് ഇപ്പോൾ സാധാരണ എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞാൽ BJP വളരെ ആത്മാർത്ഥമായി ഇപ്പോൾ തുടർച്ചയായി ഏറ്റവും കൂടുതൽ കേരളം എന്ന് കൃത്യമായി പ്രയോഗിക്കുന്നത് ഇപ്പോൾ BJP നേതാക്കളാണ്. പക്ഷേ നമ്മൾ സോഷ്യൽ മീഡിയയിലേക്ക് പോയാൽ കേരളം എന്ന് ഏറ്റവും കൂടുതൽ പറയുന്നത് BJP പ്രൊഫൈലുകളാണ്. അപ്പോൾ അതാണ്, അത് ഉള്ളിൽ അങ്ങനെ ഒരു പ്രശ്നം നിലനിൽക്കുന്നത്. ഞങ്ങളാണല്ലോ കേരളം എന്ന പേര് മാറ്റിയത്. അല്ല, പക്ഷേ ഈ കേരളം എന്ന് വിളിക്കുന്നതും BJPക്കാരാണ്. അത് മാറിക്കോളും. അത് പ്രൊഫൈൽ എന്ന് കേരളം എന്നുള്ളത് ഞങ്ങളുടെ ഒരു നിലപാടിൻ്റെ ഭാഗമാണ്. കേരളത്തിൻ്റെ ഒരു ആത്മബോധമുണ്ട്. ഓരോ സംസ്ഥാനത്തിൻ്റെയും ആത്മബോധം ഉണ്ടാവണം എന്ന അഭിപ്രായക്കാരാണ്. സ്റ്റേറ്റ് എന്നുള്ള സങ്കല്പത്തിനെതിരാണ് അത്യന്തികമായി പ്രത്യയശാസ്ത്രം എന്നുള്ള ഒരു വിമർശനമുണ്ട്. നമ്മൾ അങ്ങനെ BJPയുടെ പ്രത്യയശാസ്ത്രത്തിൽ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വെറുതെ വിചാരധാരയിൽ അത് പറയുന്നുണ്ട്. വിചാരധാരയിലല്ലോ BJPയുടെ പ്രത്യയശാസ്ത്രം. അല്ല, അടിസ്ഥാനം BJPയുടെ അടിസ്ഥാനം വിചാരധാരയാണ്. ആരാ പറഞ്ഞത്? സംഘത്തിൻ്റെ അടിസ്ഥാനം പോലുമല്ല വിചാരധാര. വിചാരധാര എന്ന് പറയുന്നത് പല സന്ദർഭത്തിൽ നടന്ന ഒരു പ്രസംഗത്തിൻ്റെ, പല കോണ്ടസ്റ്റിൽ പല സമയങ്ങൾ നടന്ന പ്രസംഗത്തിൻ്റെ ആ പ്രസംഗം എല്ലാം കൂടി ചേർത്തുള്ളതാണ്. ഓരോ പ്രസംഗം ഓരോ കോണ്ടസ്റ്റിലാണ് നടത്തുന്നത്. അതൊരു എഴുതിയ പുസ്തകമൊന്നുമില്ല, പ്രസംഗങ്ങളുടെ സമാഹരണമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലല്ല സംഘം പ്രവർത്തിക്കുന്നത്. കാലം മാറുന്നതനുസരിച്ച്, കാരണം 60-ൽ ഒരാൾ പ്രസംഗിക്കുന്ന കോണ്ടസ്റ്റ് ആയിരിക്കില്ല 70-ലും 80-ലും ഒരാൾ സംസാരിക്കുക. ഓരോ കാലഘട്ടത്തിലും പ്രത്യേകത ഉണ്ടാകും. അത് അങ്ങനെ പറയുമ്പോൾ, കാരണം നമുക്ക് അതിനൊപ്പം പോകേണ്ടതാണല്ലോ. ഇപ്പോൾ എയിംസ് കേരളത്തിൽ ഈ തെരഞ്ഞെടുപ്പ് കാലത്തും ചർച്ചാ വിഷയമാകുന്ന വിഷയമാണ്. എയിംസ് അനുവദിക്കുന്നില്ല, കേരളത്തോടുള്ള ആ ഒരു ചിറ്റമ്മ നയം നിലനിർത്തുന്നു കേന്ദ്ര സർക്കാർ എന്നുള്ള ആരോപണത്തിന് കഴമ്പ് ഉണ്ട് എന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യമാവുന്ന തരത്തിലുള്ള കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ എയിംസിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ വയനാടിൻ്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ ഹൈവേയുടെ വികസനത്തിൻ്റെ കാര്യത്തിൽ പ്രത്യേകം ഫണ്ട് കേരളത്തോട് മാത്രം മേടിച്ചു. കേരളത്തോട് മാത്രമല്ല, അതിനുശേഷം മറ്റ് സംസ്ഥാനങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ കേരളത്തോട് ആദ്യമായി ആ നിലയ്ക്ക് പണം വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ കേരളത്തെ അങ്ങനെ രണ്ടാം തരക്കാരായി പരിഗണിച്ചാൽ മതിയെന്നുള്ള ഒരു തോന്നൽ കേന്ദ്ര സർക്കാരിനുണ്ട് എന്നുള്ള പ്രതീതി ഇവിടെയുണ്ട്. ഇപ്പോൾ എയിംസിനെ കുറിച്ച് ഒന്നുകിൽ ഇപ്പോൾ തത്വത്തിൽ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിൽ എയിംസ് ആവാമെന്ന് പറഞ്ഞല്ലോ. ഈ പറയുന്ന കോൺഗ്രസ്സുകാർ 10 വർഷക്കാലം അവർ ഭരിച്ചിരുന്നല്ലോ, അവർക്ക് അനുവദിക്കായിരുന്നല്ലോ. അനുവദിച്ചില്ല? കഴിഞ്ഞ പ്രാവശ്യം ആരോഗ്യമന്ത്രി നഡ്ഡ പറഞ്ഞു തത്വത്തിൽ കേരളത്തിന് എയിംസ് അനുവദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ചില കാര്യങ്ങളിൽ കേന്ദ്ര സർക്കാരുമായി കൃത്യമായ ആശയവിനിമയം നടത്തണം. സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഏറ്റെടുത്ത സ്ഥലത്തെക്കുറിച്ച് ഒരു സ്ഥലം ഏറ്റെടുത്ത് ആ സ്ഥലത്ത് തന്നെ വേണം എന്നുള്ള ശാഠ്യം പിടിക്കേണ്ട. അല്ല, സംസ്ഥാനത്തിൻ്റെ ഒരു പ്രശ്നം അറിയാമല്ലോ, കേരളത്തിൽ ഭൂമി കിട്ടാനില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകത അറിഞ്ഞ് അതിനനുസരിച്ച് വേണ്ട കേന്ദ്രം പെരുമാറാൻ. അങ്ങ് ഭൂമിയൊക്കെ ഞങ്ങൾ കാണിച്ചു കൊടുക്കാം, അതൊക്കെ വെറുതെയാണ്. അതൊക്കെ വേറെ ചില താല്പര്യങ്ങളാണ്. ഞാൻ കോഴിക്കോട്ടുകാരനായതുകൊണ്ട് കോഴിക്കോട് എയിംസ് വേണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്, അത് വേറെ കാര്യം. പക്ഷേ സാധാരണ കേന്ദ്ര ഗവൺമെൻറ് മുമ്പിൽ അങ്ങനെയല്ല പ്രപ്പോസൽ. കേരളത്തിലൊരു എയിംസ് വരുമ്പോൾ അതിന് 2-3 സ്ഥലങ്ങൾ പ്രപ്പോസൽ വേണം. കാരണം ഇതിപ്പോൾ ഈ ഏറ്റെടുത്ത സ്ഥലത്തെ ഇവർ സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത സ്ഥലത്തെ സംബന്ധിച്ച് പോലും കേന്ദ്രത്തിൻ്റെ പ്രതിനിധി സംഘം വരികയോ പരിശോധന നടത്തുകയോ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ ഒരു പൊളിറ്റിക്കൽ ഡിസിഷൻ വേണം. കേരളത്തിന് എയിംസ് ഈ മോഡി ഗവൺമെൻറ് പീരീഡിൽ തന്നെ കേരളത്തിന് എയിംസ് കിട്ടുമെന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. കാരണം ഞങ്ങളുടെ പ്രകടന പത്രികയിലും എയിംസിനെ കുറിച്ച് പറയുന്നുണ്ട്. എയിംസ് കൊണ്ടുവരിക എന്നുള്ള ഞങ്ങളുടെ കൂടി ആവശ്യമാണ്. എയിംസ് വരും. പിന്നെ കേരളത്തിൽ ഇപ്പോൾ വയനാട് കുറിച്ച് ദർശനം പറഞ്ഞു. വയനാടിനെ സംബന്ധിച്ചിടത്തോളം വയനാട്ടിൽ ഈ ഗവൺമെൻറ് കോടതി കേസ് പോയിട്ട് എന്താ കേസ് പിൻവലിച്ചു കൊണ്ടുവരുന്നത്? നമ്മളെപ്പോഴും നിയമപരമായിട്ട് കൺസെൻസസിൽ പോകണം എന്നുള്ള നിർദ്ദേശം വന്നതുകൊണ്ടാണല്ലോ. നിയമപ്രകാരമാണെങ്കിൽ ഇതിനെ കൺസെൻസിൻ്റെ ആവശ്യം അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ് കൊടുത്ത ഒരു പ്രൊജക്റ്റും വയബിൾ അല്ല.
വയനാട്ടിൽ ദുരന്തം പക്ഷേ ഉണ്ടായി. ഇപ്പോൾ നമുക്ക് അവസാനം വന്നിട്ട് എന്താണ്, ജനങ്ങൾ നോക്കുമ്പോൾ അവിടെ ഗംഭീരമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു നഷ്ടം കൂടി ബി ജെ പിക്ക് അപ്പോൾ സംഭവിച്ചില്ലേ? അതിനകത്ത് പങ്കുപറ്റാൻ ഇപ്പോൾ പറ്റത്തില്ലല്ലോ. എന്തുകൊണ്ട് പറ്റില്ല? ഈ 750 കോടി ആരതാണ്? ആരുടെ പൈസയാണ്? സർക്കാർ വിശദീകരിക്കട്ടെ. കേന്ദ്ര ഗവൺമെൻറ് കൊടുത്ത അഫിഡവിറ്റ് എന്നായിരുന്നു? കേന്ദ്ര സർക്കാർ കോടതി കൊടുത്ത അഫിഡവിറ്റ്, ഞങ്ങൾ 2 ഘട്ടമായി ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി പണം കൊടുത്തിട്ടുണ്ട് കേരളം. അപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞു ആ പണം അങ്ങനെ വയനാടിന് വേണ്ടി മാത്രം ചെലവഴിക്കാനുള്ളതല്ല, മൊത്തം കേരളത്തിൽ എന്തെങ്കിലും കലാമിറ്റി വന്നാൽ ചെലവഴിക്കാനുള്ളതാണ്. അപ്പോൾ കേന്ദ്ര സർക്കാർ പറഞ്ഞു അത് ഞങ്ങൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, തൽക്കാലം നിങ്ങളത് വയനാട്ടിൽ ചെലവഴിച്ചോളൂ, ബാക്കി പണം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയിലെ പണം ഇതുകൂടി കണക്കാക്കിയിട്ട് ബാക്കി പണം തരും. അപ്പോൾ സംസ്ഥാന സർക്കാർ പറഞ്ഞു അങ്ങനെ വാക്കാ പറഞ്ഞാൽ പോരാ. വാക്കാ പറഞ്ഞാൽ പോരാ എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ് ഇനി റിട്ടേൺ ആയിട്ട് കൊടുത്തു കേരള ഗവൺമെൻറ്റിന്. ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി കേരളത്തിൽ കൊടുത്ത പണം വയനാടിന് വേണ്ടി നിങ്ങൾ ചെലവഴിക്കൂ. അത് 750 കോടിയുണ്ട്. ആകെ 1200 കോടിയുടെ കണക്കേ ഉള്ളൂ. അത്രയേ ഉള്ളൂ. ഈ സംസ്ഥാന സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസത്തിലേക്ക് പണം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ടല്ലോ. ആകെ ഇപ്പോൾ അവർ ആവശ്യമുള്ളത് അത് മാത്രമാണ്. അപ്പോൾ കേന്ദ്രം കൊടുത്തില്ല എന്ന് കേന്ദ്രം കൊടുക്കണമെങ്കിൽ പഴയതുപോലെ കേന്ദ്ര ഗവൺമെൻറ് സമീപനം പറയുന്നത് നിങ്ങൾ അർഹമായത് അതിൻ്റെ രീതിയിലും അതിൻ്റെ വയബിളായിട്ടുള്ള പ്രൊജക്റ്റ് അനുവദിച്ചാൽ പണം കിട്ടും. പക്ഷേ ഇത് ഈ തെരഞ്ഞെടുപ്പ് വേദിയിൽ ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങൾ ആ രീതിയിൽ ഉൾക്കൊള്ളുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ജനങ്ങൾക്ക് അതാണ് കാരണം. എന്താ അറിയോ, ഇപ്പോൾ വയനാട്ടിൽ ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? CPM ചെയ്തിട്ടുള്ളത് PR വർക്കിന് വേണ്ടി ഉദ്ഘാടനം ചെയ്തു. അവിടെ ആർക്കും ഇതുവരെ താമസിക്കാൻ പറ്റിയിട്ടില്ല. അല്ല, അത് അവരന്നേ പ്രഖ്യാപിച്ചിരുന്നു, വിഷു കഴിഞ്ഞിട്ട് താമസിക്കാൻ. ആളുകൾക്ക് നിങ്ങൾ പ്രഖ്യാപിക്കുമല്ലേ, വിഷുവിനെ കഴിഞ്ഞാൽ താമസിക്കാൻ പറ്റില്ല. PR വർക്കിന് വേണ്ടി ചെയ്തിട്ടുള്ളതാണ്. ഇനി അതിൻ്റെ കണക്ക് വരട്ടെ. അത് മുഖ്യമന്ത്രി ദുരിതാശ്വാസത്തിൻ്റെ എത്ര ചിലവഴിച്ചു, കേന്ദ്രം കൊടുത്ത പണം എത്ര ചിലവഴിച്ചു, അതിൻ്റെ കണക്ക് കൂടി കണക്ക് പറയാനുണ്ടെങ്കിൽ പറയേണ്ടി വരുമല്ലോ. കണക്ക് പറയട്ടെ. ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് വേവലാതില്ല. കാരണം ഞങ്ങൾ വയനാട്ടിലെ ആളുകൾക്ക് നന്നായിട്ട് അറിയാം കേന്ദ്ര ഗവൺമെൻറ് എന്താണ് ഇത് ചെയ്തിട്ടുള്ളത്. കേന്ദ്ര ഗവൺമെൻറ്റാണ് ദുരന്തമുണ്ടായ സമയത്ത് ആദ്യം മുതൽ അവസാനം വരെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ഞങ്ങളൊന്നും മടിച്ചു നിന്നിട്ടില്ല. എല്ലാ കാര്യങ്ങളും ചെയ്തത് ഞങ്ങളാണ്. അത് ജനങ്ങൾക്കറിയാം. ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന മറ്റു തലങ്ങളിലേക്കൊക്കെ വന്നാൽ നമ്മൾ പൊതുവെ വിചാരിച്ചിരുന്ന ചില സ്ഥാനാർത്ഥിത്വങ്ങളൊക്കെ ഉണ്ട്. അതിൽ ഒന്നാമത്തേതായിരുന്നു MT രമേശിൻ്റേത്. തൃശ്ശൂർ മണ്ഡലത്തിൽ MT രമേശ് സ്ഥാനാർത്ഥിയാകും എന്നുള്ള വാർത്തകളൊക്കെ ആദ്യഘട്ടത്തിൽ വന്നു. ആ നിലയ്ക്ക് തന്നെയാണ് പൊതുവെ പ്രതീക്ഷിച്ചിരുന്നത്. താങ്കളും പറഞ്ഞു സ്ഥാനാർത്ഥിയാകുന്നുണ്ടെങ്കിൽ തൃശ്ശൂർ, അല്ലെങ്കിൽ ഇല്ല എന്ന്. പക്ഷേ സ്ഥാനാർത്ഥിയായില്ല. അതെന്തുകൊണ്ടാണ്? കാരണം കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ BJP വിജയിച്ച ഒരു പ്രദേശത്ത്, അതിനുശേഷവും ആ മേധാവിത്വം നിലനിർത്താൻ പറ്റുന്ന ഒരു സ്ഥലത്ത് അവിടെ കേന്ദ്രീകരിച്ച് പണിയെടുത്ത താങ്കൾക്ക് സീറ്റ് കിട്ടാതെ പോയത് എന്തുകൊണ്ടാണ്? അല്ല, അതിൽ BJP ഇപ്പോൾ സ്വീകരിക്കുന്ന സമീപനം ഞങ്ങൾക്ക് ജയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നേതാക്കന്മാരെ അക്കമഡേറ്റ് ചെയ്യലല്ല തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം എന്നുള്ളതാണ് ഞങ്ങൾ എല്ലാ കാലത്തും സ്വീകരിച്ച നിലപാട്. കുറേ നേതാക്കന്മാർ, അവർക്കെല്ലാവർക്കും ഓരോ മണ്ഡലം, അങ്ങനെ ഞങ്ങളില്ല. ഞങ്ങൾ ഓരോ മണ്ഡലവും ആ മണ്ഡലത്തിൻ്റെ എല്ലാ സാധ്യതകളും പരിശോധിച്ച് അവിടെ ആർക്കാണ് കൂടുതൽ വിന്നബിലിറ്റികൾ നോക്കും. അതുകൂടി കണക്ക് കൂട്ടിയിട്ടാണ് ഞങ്ങൾ ചെയ്യും. അപ്പോൾ തൃശ്ശൂരിനെ സംബന്ധിച്ച് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ കുറച്ചു കാലം തൃശ്ശൂർ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്നും മത്സരിക്കണമെന്ന് പാർട്ടി കേന്ദ്ര നേതൃത്വം എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ മത്സരിക്കണം എന്നുണ്ടെങ്കിൽ തൃശ്ശൂരാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന സീറ്റ് എന്ന് പറഞ്ഞു. പക്ഷേ തൃശ്ശൂരെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി സാധ്യത പത്മജ വേണുഗോപാലാണ് എന്നുള്ളത് ഞങ്ങൾ തന്നെ കണ്ടെത്തി. കാരണം പല കാരണങ്ങളുണ്ട്. കാരണം ഈ തൃശ്ശൂർ എങ്ങനെയെങ്കിലും ജയിക്കുക എന്നുള്ളത് ഞങ്ങൾക്ക് പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ പത്മജ വേണുഗോപാൽ കുറച്ചുകൂടി വിന്നബിലിറ്റി ഉണ്ടെന്ന് തോന്നിയതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ മാറി. പിന്നെ വേറെ സ്ഥലത്ത് പോയി മത്സരിക്കാൻ എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ തന്നെയാണ് പാർട്ടി നേതൃത്വത്തോട് പറഞ്ഞത്, ഞാൻ തെരഞ്ഞെടുപ്പിൻ്റെ പ്രിപ്പറേറ്ററി വർക്കിൽ നടത്തിക്കൊള്ളാം. ഞാൻ അങ്ങനെ നേരത്തെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കതിൽ പുതുമയൊന്നുമില്ല. പക്ഷേ പാർട്ടി പ്രസിഡന്റ് ആദ്യം തന്നെ ഈ പാർട്ടിയുടെ എല്ലാ പ്രഖ്യാപനങ്ങളും വരുന്നതിന് മുമ്പ് പാർട്ടി പ്രസിഡന്റ് ഞാൻ എവിടെയാണ് മത്സരിക്കുന്നതെന്ന് തീരുമാനിക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്തു. അതിലൊരു അസ്വാഭാവികതയുണ്ട്, സംശയമില്ല. കേരളത്തിലെ ചരിത്രം എടുത്താൽ അല്ല, അത് ടെക്നിക്കലാണ്. നിയമത്ത് സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കണം എന്നുള്ളത് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോഴേ ഞങ്ങൾ ഇടയിലുണ്ടായ ഒരു ധാരണയാണ്. അത് എന്താ പറയുക, നേരത്തെ പറഞ്ഞു എന്നുള്ള ടെക്നിക്കൽ. പാർട്ടി ഓൾറെഡി നിയമത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യം മുതലേ ആലോചന വന്നപ്പോൾ നിയമത്തിൽ ഞങ്ങളുടെ പ്രസ്റ്റീജ് മണ്ഡലമാണ്, അവിടെ സംസ്ഥാന പ്രസിഡന്റ് മത്സരിക്കണമെന്ന് ധാരണ ഇന്നർ പാർട്ടിയിലുണ്ടായിരുന്നു. അത് കുറച്ച് നേരത്തെ പറഞ്ഞത് മാത്രമല്ല, ടെക്നിക്കലാണ്. ഞാൻ വ്യക്തിപരമായി എൻ്റെ മാധ്യമപ്രവർത്തനം ആരംഭിച്ച കാലം മുതൽ കാണുന്ന BJPയുടെ നേതാവാണ് MT രമേശ്. 2018 പാർട്ടിയിൽ ചേർന്നിരിക്കുന്ന ആളാണ് ഇപ്പോൾ ഇവിടുത്തെ പാർട്ടി പ്രസിഡന്റ്. ഇതൊക്കെ ടെക്നിക്കലാണ്. പക്ഷേ അതുകൊണ്ട് ഉണ്ടാവുന്ന നഷ്ടം വിലയിരുത്താൻ അങ്ങനെ വ്യക്തിപരമായ നഷ്ടങ്ങളല്ലോ. അങ്ങനെയാണെങ്കിൽ ഈ പൊസിഷൻ വരെ ഞാൻ എത്തിയില്ലേ? ഞാൻ കഴിഞ്ഞൊരു 10-18 വർഷമായിട്ട് BJPയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. ഇത്രയും സുദീർഘമായ കാലങ്ങളിൽ എനിക്കിരിക്കാൻ പറ്റിയത് പാർട്ടി നേതൃത്വം എന്നെ അംഗീകരിക്കുന്നുണ്ടല്ലേ. എത്രയോ ആളുകൾ വന്നു പോയിട്ടുണ്ട്.
പക്ഷേ ഒരു ഘട്ടത്തിലും എൻ്റെ പേരിന് പകരം മറ്റൊരു പേര് പാർട്ടി നേതൃത്വം പറഞ്ഞിട്ടില്ലല്ലോ. പാർട്ടി കേന്ദ്ര നേതൃത്വത്തിൻ്റെ ചോയ്സ് തെറ്റാണെന്ന് ഇപ്പോഴും എനിക്ക് അഭിപ്രായമില്ല. കാരണം രാജീവ് ചന്ദ്രശേഖർ പ്രസിഡൻ്റായതിനു ശേഷം പരമ്പരാഗതമായിട്ടുള്ള ധാരാളം കാര്യങ്ങൾ മാറ്റം വന്നിട്ടുണ്ട്. കേരളത്തിലെ സാഹചര്യം എടുത്ത് പരിശോധിച്ചാൽ ഇപ്പോൾ BJP കേരളം ഭരിക്കും എന്ന് ഞാൻ ഈ ചോദിക്കുമ്പോൾ അതിനുത്തരമായി എന്നോട് രമേശ് പറയും. പക്ഷേ അത് അല്ല യാഥാർത്ഥ്യം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. എത്ര സീറ്റ് ജയിക്കും? ഞാൻ യാഥാർത്ഥ്യ ബോധത്തോടു കൂടി തന്നെയാണ് സംസാരിക്കുന്നത്. കേരളത്തിൽ ഈ പ്രാവശ്യം ഞങ്ങൾ എയിം ചെയ്യുന്നത് കേരളത്തിലെ ഏറ്റവും നിർണായകമായ ശക്തിയായിട്ട് ദേശീയ ജനാധിപത്യ സഖ്യം മാറണം. അങ്ങനെ മാറുമെന്ന് തന്നെയാണ്. എത്ര സീറ്റ് എന്നുള്ളതിനെക്കുറിച്ച് ഞാൻ പറയുന്നത്. കാരണം ഇത്ര സീറ്റ് ജയിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കി ഞങ്ങൾ 140 മത്സരിക്കില്ലേ, അത് പറയാൻ പാടില്ലല്ലോ. പക്ഷേ കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കേരളത്തിലെ ഈ കഴിഞ്ഞ ഒരു 60-65 വർഷമായുള്ള ഒരു ട്രഡീഷൻ എന്നുള്ളത് അതൊരു അന്ധവിശ്വാസമായിരുന്നു. ഐദർ UDF ഓർ LDF, ഇതായിരുന്നു ഒരു വിശ്വാസം. മൂന്നാമതൊരു ഓപ്ഷൻ കേരളത്തിലുണ്ടായിരുന്നില്ല. ആ പരമ്പരാഗതമായ രീതിക്ക് ഈ പ്രാവശ്യം മാറ്റമുണ്ടാകും. മൂന്നാമതൊരു ഓൾട്ടർനേറ്റീവ് ഉണ്ട് കേരളത്തിൽ. കേരളം ഭരിക്കാൻ സാധിക്കുന്ന ഒരു മൂന്നാം മുന്നണിയുണ്ട്, 2 മുന്നണി മാത്രമല്ല എന്ന് പ്രൂവ് ചെയ്യുന്ന രീതിയിൽ നിയമസഭയിൽ ഞങ്ങൾ നിർണായക ശക്തിയാവും. ഈ പ്രാവശ്യം ഞങ്ങളൊരു കഴിഞ്ഞ ഒരു 10 വർഷമായിട്ട് 30,000-ന് മേലെ വോട്ട് പിടിക്കുന്ന 32ഓളം മണ്ഡലങ്ങൾ കേരളത്തിലുണ്ട്. അത് ഞങ്ങളുടെ സ്ഥിരമായിട്ടുള്ള മണ്ഡലങ്ങളാണ്. ഈ 2021 ഞങ്ങൾക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ സെറ്റ് ബാക്ക് വന്നപ്പോൾ പോലും ഈ മണ്ഡലങ്ങൾ ഞങ്ങൾ 30,000-ന്റെ മേലെ വോട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ മണ്ഡലങ്ങളിൽ BJPക്ക് ജയിക്കാൻ സാധിക്കുന്ന കോൺഫിഡൻസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അവിടെ ജയിക്കുമെന്നുള്ളതാണ്, ജയിക്കാനുള്ള ശ്രമം നടന്നത്. എത്ര ജയിക്കുമെന്നുള്ളതിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത്. പക്ഷേ BJPക്ക് പഴയതുപോലെ ഞങ്ങൾ മത്സരിക്കാൻ വേണ്ടി മത്സരിക്കുന്ന പാർട്ടിയല്ല എന്നിപ്പോൾ ജനത്തിന് ബോധ്യമുണ്ട്. ഞങ്ങൾ ജയിക്കാനും ഭരിക്കാനും വേണ്ടി മത്സരിക്കുന്ന പാർട്ടിയാണെന്നുള്ള ബോധ്യം ജനങ്ങൾ സൃഷ്ടിക്കാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. വളരെ നന്ദി. ക്രോസ് ഫെയറിൽ നമസ്കാരം.